ഇടുക്കി പെരുവന്താനം ചേന്നപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു വീടിന് സമീപത്തെ അരുവിയിൽ കുളിക്കാൻ പോയ സോഫിയയെ കാട്ടാന ആക്രമിച്ചത്. സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ചെന്നപ്പാറ മുകൾ ഭാഗത്തുള്ള വീടിന് സമീപത്തെ അരുവിയിൽ സോഫിയ കുളിക്കുവാനെത്തിയത്. ഇവിടെ വെച്ചാണ് ദിവസങ്ങളായി നാട്ടിൽ പരിഭ്രാന്തി പരത്തി നടന്നിരുന്ന കാട്ടാന സോഫിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം എടുക്കുവാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി രാത്രിയിലെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. രണ്ടാമത്തെ കാര്യം ഇവർക്കുള്ള ധനസഹായമാണ്. 4 ലഭ്യമാവും. ധനസഹായം 10 ലക്ഷമാണ്. മൂന്നാമത്തെ കാര്യം ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്. അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. 4ാമത്തെ കാര്യം ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നതിൻ്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. ഈ 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന കാര്യത്തിൽ നടപടി തോട്ട ഉടമയുടെ കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കണം. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ഒറ്റപ്പെട്ടു കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് 2 മണിയോടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 1 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് 3 മണിയോടെ തോഹ ജുമാ മസ്ജിദിലെത്തിച്ച് പൊതുദർശനം നടത്തി. 100 കണക്കിന് ആളുകളാണ് കണ്ണീരോടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. വൈകിട്ട് 4:45 മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തി. അതേസമയം ഇടുക്കിയിൽ വന്യജീവി ആക്രമണവും മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.